നമസ്കാരം സുഹൃത്തുക്കളെ. ഞാൻ പോട്ടറിനെ കുറിച്ച് കഴിഞ്ഞ വീഡിയോകൾ ചെയ്തു. ചില ആളുകൾ ചോദിച്ചു 45,000 രൂപ ഉണ്ടാക്കാം എന്ന് പറഞ്ഞിട്ട് ഈ കഥ പറഞ്ഞു പോണതല്ലാണ്ട് 45,000 രൂപ കേസ് പറയണമല്ലോ ഒന്ന്. ഞാൻ അതിനിടയ്ക്ക് പറയുന്നുണ്ട് 45,000 രൂപ കേസ്. 45,000 രൂപ മാസം ഉണ്ടാക്കാമെന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു ഇത്ര രൂപ വെച്ച് ഉണ്ടാക്കാം, ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞു കുറച്ച് കാര്യങ്ങൾ. പിന്നെ ഈ പോട്ടറിൻ്റെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് നിങ്ങളൊന്ന് ഓടി നോക്കണം. എങ്കിൽ മാത്രമാണ് ഇതെങ്ങനെ കിട്ടും. കാരണം ഏറ്റവും വലുത് എന്ത് തിയറി പറഞ്ഞാലും നീന്താൻ തപാലിലൂടെ പഠിപ്പിച്ച് തന്നിട്ട് വെള്ളത്തിലേക്ക് ഇടുന്ന അവസ്ഥയായിരിക്കും നിങ്ങൾക്ക് പോട്ടർ ഓടുമ്പോൾ. ഞാനിവിടെ നിന്ന് വളവളാന്ന് എന്ത് പറഞ്ഞു തന്നാലും പോട്ടർ ഓടുമ്പോൾ അനുഭവം വേറെ ആയിരിക്കും. ഒരുപാടല്ല, കുറച്ചൊക്കെ വ്യത്യാസം ഉണ്ടാവും ഓരോരുത്തരെ സംബന്ധിച്ച്. ചില ആളുകൾ 2 ദിവസം കൊണ്ട് പരിപാടി നിർത്തും. ചില ആളുകൾ ബുദ്ധിമുട്ട് ഒക്കെ ഉണ്ടെങ്കിൽ വർഷങ്ങളോളം ഓടും എന്നെ പോലെ. ചില ആളുകൾ 4-5 മാസം ഓടും. പിന്നെ സ്റ്റുഡൻസിനൊക്കെ നല്ലൊരു പരിപാടിയാണ് കേട്ടോ. എറണാകുളത്തൊക്കെ പഠിക്കുന്ന സ്റ്റുഡൻസിന് നല്ല പരിപാടിയാണ്. കാരണം പാർട്ട് ടൈം ഓട്ട്, കാലത്തെ ക്ലാസ്സിൽ പോവുക, ഉച്ച കഴിഞ്ഞ് ക്ലാസ് കഴിഞ്ഞിട്ട് നമ്മളാരും ആശ്രയിക്കാണ്ട്, വീട്ടുകാരൊന്നും ആശ്രയിക്കാണ്ട് 10 രൂപ ഉണ്ടാക്കാൻ നല്ല പരിപാടിയാണ്. എന്തായാലും നിങ്ങൾക്ക് 500 രൂപ 600 രൂപയ്ക്ക് ഓടാൻ പറ്റും. നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നടക്കും. പിന്നെ ഒരുപാട് ലേഡീസ് ഓടുന്നുണ്ട് ഇതിൽ കേട്ടോ. ഞാൻ കണ്ടിട്ടുണ്ട് ലേഡീസ് ഒരു 3-4 പേരെ കണ്ടിട്ടുണ്ട് ഞാൻ. അവരോടുണ്ട് മിടുക്കികളായിട്ട് അവരോടുണ്ട് നല്ല ഇതായിട്ട് തൻ്റെ അടുത്തോടു കൂടി. എറണാകുളമാണ്, അങ്ങനെ പേടിക്കാനൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല. 100% കുഴപ്പമില്ലെന്നല്ല, കുഴപ്പങ്ങളുണ്ട് എങ്കിലും അങ്ങനെ വലിയ ഒന്നുമില്ല. പിന്നെ ചില ആളുകൾ പോട്ടർ ബുക്ക് ചെയ്യുമ്പോൾ എനിക്കൊരുപാട് പറ്റിയിട്ടുണ്ട്, ഞാൻ ചെയ്തിട്ടുമുണ്ട്. ഇത് ഒരു സ്ഥലം പറഞ്ഞിട്ട് അവർ ബുക്ക് ചെയ്യും. ഭീമ ജ്വല്ലറി എന്ന് പറഞ്ഞ ഒരു സ്പോട്ട്, ലുലു അല്ലെങ്കിൽ പിന്നെ ഏതെങ്കിലും ഒരു ഷോപ്പ് അങ്ങ് ബുക്ക് ചെയ്യും അവർ. ബുക്ക് ചെയ്ത് നമ്മൾ എത്തുമ്പോൾ ഈ കക്ഷീനെ വിളിക്കുമ്പോൾ ചിലപ്പോൾ അതിനകത്ത് കയറും. നമ്മളെ ഷോപ്പിനകത്ത് ഇവിടെ ബുക്ക് ചെയ്തിട്ടില്ലല്ലോ, മുമ്പ് വിളിക്കുമ്പോൾ അങ്ങോട്ട് പോന്നോളാൻ പറയും. അവിടെ ചെല്ലുമ്പോൾ ഈ കക്ഷി അവിടെ ഉണ്ടാവില്ല, അവിടെ ബുക്കിംഗ് ഒന്നും ഉണ്ടാവില്ല. അതിൻ്റെ സ്പോട്ട് കൊടുത്തിരിക്കുന്നത് ഇന്ന ഇതാവും. നമ്മൾ വിളിക്കുമ്പോൾ ദേ വരുന്നു എന്ന് പറഞ്ഞ് അവർ പുറത്തുനിന്ന് വരും. അതായത് അവർ സ്പോട്ട് ഒരു സ്ഥലം വെച്ചിരിക്കുന്നതാ, അവർക്ക് ഷോപ്പോ ഒന്നുമില്ല. അങ്ങനെയുള്ള ആളുകളുടെ കയ്യിൽ നിന്ന് ചെറിയ പൊതികൾ, ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ മേടിക്കും, സൂക്ഷിക്കണം. അവർ അങ്ങനെ പെട്ടെന്ന് പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിൽ പോലും എനിക്ക് അപൂർവമായിട്ട് കിട്ടിയതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതിൻ്റെ ഒരു സംഭവം ഞാൻ പറയാം. ഒരു 4-5 മാസം മുമ്പ് ഒരാൾ ഇതുപോലെ ബുക്ക് ചെയ്തു പോട്ടർ. ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ വിളിച്ചു, ഇതുപോലെ സ്പോട്ട് പറഞ്ഞു. ചെന്നു ആ ഷോപ്പിൻ്റെ മുമ്പിൽ കറക്റ്റ് ഞാൻ ചെന്ന് ഷോപ്പിൽ കയറിയപ്പോൾ പറഞ്ഞു, ഇല്ല അവിടെ ബുക്കിംഗ് ഇല്ലല്ലോ. അവർ സിസ്റ്റമൊക്കെ ചെക്ക് ചെയ്തു, ഇല്ലല്ലോ. ഞാൻ പറഞ്ഞ സ്ഥലത്തേക്ക് ബുക്കിംഗ് ഇല്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ ആ നമ്പറിലൊന്ന് വിളിച്ച് നോക്കുമെന്ന് പറയുമ്പോൾ നമ്പറിൽ വിളിച്ചപ്പോൾ പറഞ്ഞു ഞാൻ പുറത്തുണ്ടെന്ന് പറഞ്ഞു. അയ്യോ ഇങ്ങോട്ട് ആ ഷോപ്പിൽ കയറണ്ട, ഞാൻ ഇപ്പോൾ ഒരു സ്പോട്ട് വെച്ചു എന്നുള്ള പുറത്തുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ ഇറങ്ങി ചെന്നപ്പോൾ അയാളൊരു ബോക്സ് തന്നു എൻ്റെ അടുത്ത്. ഇത് ഇന്ന സ്ഥലത്ത്, ലൊക്കേഷൻ കറക്റ്റാണ്, പിന്നെ ലൊക്കേഷൻ കറക്റ്റാണ് എന്ന് പറഞ്ഞു. ഉച്ചതിരിഞ്ഞാണ്. ഞാൻ അതും കൊണ്ടുപോയി. അതും കൊണ്ട് പോകുമ്പോഴൊന്നും പ്രശ്നമില്ല, സംശയമില്ല, നമുക്കൊന്നുമില്ല. അതും കൊണ്ട് ഞാൻ കുറച്ച് ദൂരം പോയി. കുറേ കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇയാൾ പുറത്തുനിന്ന് ബുക്ക് ചെയ്തു, ആ ഷോപ്പായിട്ടൊരു ഇതുമില്ല, ഒന്നുമില്ല. പോർട്ടറിൽ ഇതിൻ്റെ ഒരു അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട്. ഇയാളെ ഏതെങ്കിലും ഒരു മൊബൈൽ നമ്പർ ഇയാൾക്ക് ഫേക്കായിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇതൊക്കെ ചെയ്യാൻ പറ്റും. അങ്ങനെയൊക്കെ മനസ്സിൽ വിചാരിച്ച് പോയി. തോന്നലായിരിക്കും, ചിലപ്പോൾ ഉള്ളതായിരിക്കും, ഇല്ലാത്തതായിരിക്കും. ഞാൻ ചെന്നത് ഒരു പഴയ കെട്ടിടത്തിൻ്റെ മുമ്പിലാണ്, കുറച്ച് ഉള്ള ഏരിയയിൽ, എറണാകുളത്ത് തന്നെ കുറച്ചുള്ള ഏരിയയിൽ പഴയ കെട്ടിടത്തിന് മുമ്പിൽ ചെന്ന് വിളിച്ചു കഴിഞ്ഞപ്പോൾ ബ്രോ ഞങ്ങളിവിടെ ഉണ്ട് ബ്രോ, പോരെ എന്ന് പറഞ്ഞു. ഞാൻ എവിടെയാണെന്ന് ചോദിച്ചു. 3-ാം നിലയിലാന്ന് പറഞ്ഞു. പഴയൊരു കെട്ടിടമാണ്. അപ്പോൾ അവിടെ എന്തൊക്കെ ഓഫീസുകൾ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു, ഇപ്പോൾ എല്ലാം അടച്ചിട്ടൊക്കെ ഷട്ടറൊക്കെ പൊടി പിടിച്ച്.
സൈഡിൽ കോണിയുണ്ട്, കയറി പോരെന്ന് പറഞ്ഞു. കയറി മുകളിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്കൊരു പന്തിയല്ല ആ സ്ഥലം. ഒരു 4-5 പേര് അവിടെ ഇരിക്കുന്നുണ്ട്, ഒരു സുഖമില്ലാത്ത ആൾക്കാർ. എനിക്ക് ബ്രോ എന്ന് പറഞ്ഞു എന്നോട്. പൈസ തരുന്നില്ല കേട്ടോ, എനിക്ക് പൈസ കിട്ടിയിട്ടില്ല, അയാളുടെ ഒന്നും കിട്ടിയിട്ടില്ല. ഞാൻ പറഞ്ഞില്ല, ഇത് തന്നിട്ട് ക്യാഷ് 130 രൂപ. അപ്പം മറ്റൻ പറഞ്ഞു ക്യാഷ് കൊടുക്കണമെന്ന് പറഞ്ഞു, മറ്റേ വേറൊരുത്തിനോട്. അപ്പം പറഞ്ഞു ബാലൻസ് ഇല്ല, ഇതിൽ ബാലൻസ് ഇല്ല, ഗൂഗിൾ പേ ബാലൻസ് ഇല്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ആര് തന്നാലും മതി എന്ന് പറഞ്ഞു. വളരെ സൗമ്യമായിട്ട്, വളരെ ഇതായിട്ട്. കാരണം അവർ ഇരിക്കണത് ആ രീതിയിലൊരു സെറ്റപ്പിലാണ് ഇരിക്കണം അവർ. എനിക്കറിയാം കൊണ്ടുവന്ന സാധനം, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കൊണ്ടുവന്ന സാധനം എന്താണെന്ന് എനിക്ക് സംശയമുണ്ടെന്ന്. അവരിത്തിരി പ്രശ്നത്തിലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ആര് തന്നാലും കുഴപ്പമില്ല പറഞ്ഞു, വളരെ ഭവ്യതയോടുകൂടി. കാരണം ഒരു ഉച്ചതിരിഞ്ഞാണ്, മെല്ലെ മെല്ലെ ഇരുട്ട് വീഴാവുന്ന ഒരു ഇതൊക്കെയാണ്. ഞാൻ ലാസ്റ്റത്തെ ഓട്ട, അതിന് തൊട്ട് മുമ്പത്തെ ഓട്ടമാണ് കണ്ടത്. അപ്പോൾ എടുത്തവൻ പറഞ്ഞു അല്ല നിങ്ങൾക്കൊരു ദിവസം എത്ര രൂപ കിട്ടും എന്നോട് ചോദിക്കുകയാണ്. ഞാൻ പറഞ്ഞു നമുക്കധികം കാശൊന്നും കിട്ടില്ല, കുറച്ച് പൈസ കിട്ടും. നിൻ്റെ ഗൂഗിൾ പേയിൽ എത്ര രൂപയുണ്ട് എന്നോട് ചോദിക്കുന്നതാ. ഞാൻ പറഞ്ഞു ഞാൻ വീട്ടിലന്ന് കിട്ടുന്ന വീട്ടിലെ കാര്യങ്ങളൊക്കെ വലിയ ബുദ്ധിമുട്ടിലാണ്, അതുകൊണ്ട് ഇത് ഓടാൻ വരണേ. ഞങ്ങൾ വളരെ ഭൂമിയോളം താന്ന് പറയാണ്, വളരെ ബുദ്ധിമുട്ടിലാണ്, അതുകൊണ്ടാണ് ഞാൻ ഇത് ഓടാൻ വരുന്നത്. ആ എന്നാൽ നമുക്കൊന്ന് കഴിച്ചിട്ട് പോകാം, എന്തെങ്കിലും കഴിച്ചിട്ട് പോകാം. ഇപ്പോൾ വീട്ടിൽ ചെല്ലുമ്പോൾ എത്ര മണിയാവും, കഴിച്ചിട്ട് പോകാം അടുത്ത ആൾ പറയാം. ഞാൻ പറഞ്ഞു ഇല്ല സാറ്, ഞാൻ കഴിക്കണമൊന്നുമില്ല, ഒന്നും കഴിക്കണില്ല, ചായ ഇപ്പോൾ കുടിച്ചുള്ളൂ. അപ്പോൾ അടുത്ത ആൾ പറയാം ചായ കുടിച്ചതാണെങ്കിൽ നീ ഇപ്പോൾ കുടിക്കണ്ട, കാരണം പ്രശ്നമാണ്, ഇപ്പോൾ കഴിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാണ്. അത് സ്മോളാണെന്ന് തോന്നുന്നു, ലിക്കറാണെന്ന് തോന്നുന്നു ഒരു തരാൻ ഉദ്ദേശിച്ചത്. അപ്പം ഞാൻ ഇങ്ങനെ നിൽക്കുകയാണ്, മിണ്ടാതെ നിൽക്കാം. എടാ പൈസ കൊടുക്കടാന്ന് ഒരുത്തൻ, ഒരു മാന്യൻ അവിടെ ഇരിക്കുന്നുണ്ട്, കൊടുക്കടാ എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ മറ്റവൻ അവിടെ ഇവിടെയൊക്കെ തപ്പി ബാക്കിൻ്റെ ഒരു പേഴ്സ് എടുത്ത് അതിൽ നിന്ന് 150 രൂപ എടുത്ത് തന്നു. ഞാൻ പറഞ്ഞു ഇത്രയേ ഉള്ളൂ, നോട്ടല്ല എന്ന് പറഞ്ഞു. അത് സാരില്ല ബ്രോ, വെച്ചോ, കയ്യിൽ വെച്ചോ. സത്യം പറഞ്ഞ് ഞാൻ പേടിച്ചു പോയി. അവരുടെ സെറ്റപ്പും അവരുടെ ഭാവവും മോശമായിട്ട് 1-2 ആളുണ്ട് അതിൽ. നമ്മൾ അത്രം പറഞ്ഞ കാരണം കൊണ്ട് മാത്രം അവർ കൈവച്ചില്ല എന്നെനിക്ക് തോന്നുന്നു. ഇപ്പോൾ വളരെ നമ്മൾ അവരുടെ ഒരു പ്രൊഡക്റ്റ് കൊണ്ടുവന്ന പ്രൊഡക്റ്റ് വേറെ സാധനമെന്ന് എനിക്ക് ഞാൻ പറഞ്ഞല്ലോ, നല്ല സാധനമൊന്നും അല്ലെന്ന് തോന്നുന്നു കൊണ്ടുവന്നത്. അതെന്തോ എനിക്ക് പറ്റിപ്പോയി, നമുക്ക് തുറന്നു നോക്കാനൊന്നും പറ്റില്ലല്ലോ. അങ്ങനെ വരാം പോർട്ടലിൽ. ഒന്നാമത്തെ കാര്യം ഇമാതിരി സാധനങ്ങൾ കൊണ്ടു കൊടുക്കണ പ്രശ്നം, പിടിച്ചു കഴിഞ്ഞാലുള്ള പ്രശ്നം. കാരണം നമ്മൾ അറിയണില്ല ഇത് എന്താണെന്ന്. പിന്നെ ഇങ്ങനത്തെ ആളുകൾ അവരൊക്കെ എന്തെങ്കിലും കഴിച്ചൊക്കെ ഇരിക്കുന്ന ആളുകളായിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു ആരെങ്കിലും വിട്ട് 2 കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ, അല്ലെങ്കിൽ അവരെ ഒന്ന് പൊട്ടം കളിപ്പിക്കാൻ പറ്റുകയാണെങ്കിൽ ചെയ്യാം. നമ്മളൊരാളുള്ളൂ, അവർ 4-5 ആളുണ്ട്, നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. നമ്മൾ എത്ര വലിയ അഭ്യാസിയാണെങ്കിലും, ഞാൻ പഴയ ബ്ലാക്ക് ബെൽറ്റാണ് തേങ്ങയാണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, അടിച്ച് അവർ കുഴിയിലെടുത്തിടും. അപ്പോൾ അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ സ്പോട്ട് ഓടുന്ന ആളുകൾ സൂക്ഷിക്കണം, പേടിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല, അപൂർവമായിട്ട് ഇങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ അനുഭവം ഞാൻ പറയാം. ഒരു ദിവസം ഞാൻ നിൽക്കുകയാണ്, എന്തോ കോള് വന്ന് ഞാൻ സ്ലോ ചെയ്തു. അവിടെ സ്ലോ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല, കുറച്ചും കൂടി ആളുള്ള സ്ഥലത്ത് സ്ലോ ചെയ്താൽ മതി. സ്ലോ ചെയ്തപ്പോൾ ഒരുത്തൻ വന്ന് എൻ്റെ വണ്ടിയുടെ ഹാൻഡിലുമേ കയറി പിടിച്ചു. ഹാൻഡിലും പിടിച്ചു കഴിഞ്ഞപ്പോൾ ബ്രോ ഒരു ലിഫ്റ്റ് വേണം എന്ന് പറയണം. അപ്പോൾ ബ്രദർ ഒരു ലിഫ്റ്റ് വേണമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു സോറി, ഹെൽമെറ്റൊന്നും ഇല്ലെങ്കിൽ പോലീസ് പിടിക്കും. നിനക്കെന്ത് തന്നാ എടുത്ത വഴി എന്നോട് ചോദിച്ചാൽ. ഞാൻ പറഞ്ഞു ഹെൽമെറ്റ് ഇല്ലെങ്കിൽ പോലീസ് പിടിക്കും, അതുകൊണ്ടാണ്. വളരെ ഇതായിട്ട്. അപ്പോൾ വേറൊരുത്തിനും കൂടി വന്നു, പറഞ്ഞു
ഞങ്ങൾ രണ്ടാളും പോരാണ്, നിന്നെ പോലീസ് പിടിക്കുകയാണെങ്കിൽ നീ ആ കാശ് കൊടുക്ക്. എന്നോട് പറയാണ്, നിന്നെ പോലീസ് പിടിക്കുകയാണെങ്കിൽ നീ കാശ് കൊടുക്കാൻ. ഞങ്ങൾ രണ്ടാളും കയറാണെന്ന് വണ്ടിയിൽ. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ അങ്ങോട്ട് അല്ല പോകണം, ഞാൻ ഇങ്ങോട്ട് തിരിച്ച് പോകണമെങ്കിൽ കോള് വന്നിട്ട് പോവാണ്, നീ ഞങ്ങളെ ആക്കിയിട്ട് പോയാൽ മതി അടുത്ത്. അപ്പം ഹാൻഡിലും പിടിച്ചേക്കാം. അപ്പം ഞാൻ നോക്കിയപ്പോൾ രണ്ടാളുള്ളൂ അവന്മാർ. എൻ്റെ അത്ര തന്നെ പൈസ ഉള്ളൂ. ഞാൻ അടുത്ത വഴി വന്ന് വിടറാ, വണ്ടിയിൽ നിന്ന് കൈയിടാമെന്ന് പറഞ്ഞു. എൻ്റെ പെട്ടെന്നാട് മാറി എൻ്റെ സ്വഭാവം. വണ്ടിയിൽ നിന്ന് കൈയിടാമെന്ന് പറഞ്ഞു. അപ്പം കൈ എടുത്തവൻ, നീ ആരാ, ഞാൻ ആരാന്ന് വെച്ചിട്ട് നീ പറയണേ എന്ന് ചോദിച്ചു. ഓ അല്ല, ഞാൻ ലിഫ്റ്റല്ലേ ചോദിച്ചോളൂ, നീ ലിഫ്റ്റേ ചോദിച്ചോളൂ, ഞാൻ കുറച്ച് നാളായി കൊച്ചിക്ക് അടുത്ത് കിടന്ന് കളിക്കാൻ തുടങ്ങിയിട്ട്, നിന്നോട് മര്യാദയായിട്ട് പറഞ്ഞ് നിനക്ക് മനസ്സിലായില്ലേ എന്നൊക്കെ ചോദിച്ച് ഒരു ഫയറിങ്. ഉള്ളിൽ പേടിയാണ്, പേടിച്ച് ഞാൻ നിൽക്കണേ. പക്ഷേ അവിടെ രക്ഷപ്പെടണ്ടേ. ഒറ്റ പോലീസുകാരൊക്കെ പറഞ്ഞു മാറിക്കിടാ എന്ന് പറഞ്ഞിട്ട് ഇപ്പം മാറിയിരുന്നു. വണ്ടി സെൽഫ് സ്റ്റാർട്ട് അടിച്ച് വിട്ടടിച്ച് പോന്നു ഞാൻ. പക്ഷേ എന്നേലും കുറച്ചുകൂടി ധൈര്യമുള്ളതാണെങ്കിൽ അപ്പം അടിക്കുക അവർ എന്നെ. ഹെൽമെറ്റ് ഊരി ഉണ്ടായെങ്കിലും എങ്ങനത്തെ ടീമാണെന്നറിയില്ല. അങ്ങനെ ചില ആളുകളൊക്കെ ഉണ്ട്, നമ്മുടെ ആ വാക്കിൻ്റെ ഇതുകൊണ്ടും ഒരു ചെറിയൊരു അഭിനയമൊക്കെ കാഴ്ചവെച്ച് ഇറങ്ങി പോകുന്നത് ഞാൻ, ഉള്ളിൽ പേടിയുണ്ടെങ്കിലും. അങ്ങനെ നമുക്ക് പറ്റിയിട്ടുണ്ട്. ഈ ഒരു വർഷം, ഒരു 1.5 വർഷം ഓടിയതിൻ്റെയാണ് പറയണത്. പോട്ടർ തുടക്കം തൊട്ട് ഞാൻ ഓടാൻ തുടങ്ങിയതാണ് അവിടെ കൊച്ചിയിൽ വന്നപ്പോൾ തൊട്ട്. 1.25 വർഷം അത്രയൊക്കെയാണ്. അപ്പോൾ അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. പിന്നെ അത് അങ്ങനത്തെ ഒരുപാട് അനുഭവമുണ്ട്. ശരിക്കും പറഞ്ഞെങ്കിൽ അങ്ങനെ അനുഭവിക്കുന്ന ആഗ്രഹമുള്ള ആളുകൾ, ഇങ്ങനത്തെ വ്യത്യസ്തമായ കാര്യങ്ങൾ അനുഭവിക്കുന്ന ആളുകളും ബോട്ട് ഓടുന്നത് രസമാണ്. കാശിന് വേണ്ടിയിട്ടല്ല, വ്യത്യസ്തമായ സ്ഥലങ്ങൾ കാണാം, വ്യത്യസ്തമായ ആളുകൾ കാണാം, വ്യത്യസ്തമായ ആളുകൾ ഇത് പോവാം, വല്ലതും ചായം കുടിച്ച് ഇടയ്ക്ക് കിടന്ന് നടക്കാം, ഒന്ന് കറങ്ങാം. 10 പൈസ ചിലവില്ല. ആ പോട്ടറുള്ള കാശ് വണ്ടിക്ക് പെട്രോൾ അടിച്ച് ചായ കുടിച്ച് വീട്ടിലൊന്നും എൻ്റെ ആവശ്യമില്ല. അങ്ങനെ രസമായിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടോയെന്ന് എനിക്കറിയില്ല. അവർക്കും രസമാണ്, എനിക്ക് മനസ്സിൽ തോന്നാറുണ്ട്. അത്യാവശ്യം ജീവിക്കാനുള്ള കാശൊക്കെ എനിക്കുണ്ടെങ്കിൽ ഇങ്ങനെ കിടന്ന് നടക്കാമല്ലോ, ചുമ്മാ കറങ്ങി ടെൻഷനില്ലാതെ. അങ്ങനെ ബോട്ട് റോഡാണ്. ഏറ്റവും വലിയ ഗുണം എന്ന് പറയുകയാണെങ്കിൽ 10 പൈസ മുടക്കില്ല. നമുക്ക് മുടക്കില്ല എന്ന് പറയുകയാണെങ്കിൽ ആ ഡ്രസ്സ് മേടിക്കുന്നത് ഓടിക്കഴിഞ്ഞ് കിട്ടുന്ന കാശ് കൊണ്ട് മേടിച്ചാൽ മതി. വണ്ടിയും നമ്മുടെ കയ്യിൽ ഒരു മൊബൈലുണ്ടെങ്കിൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് പിറ്റേ ദിവസം തൊട്ട് ഓട്ടം തുടങ്ങാം. ഒരു 10 സെക്കൻഡ് താമസിക്കുന്നുള്ളൂ. ഡ്രസ്സ് വേണമെങ്കിൽ മേടിച്ചാൽ മതി. ഞാൻ ഡ്രസ്സ് മേടിക്കാണ്ട് ഒരുപാട് നാൾ ഓടിയ ആളാണ്. അവസാനം 2 മാസം കൊണ്ട് ഡ്രസ്സ് മേടിച്ച് ഓടി, അല്ലാണ്ട് ഞാൻ ഡ്രസ്സ് മേടിച്ചൊന്നും ഓടിയിരുന്നില്ല. അങ്ങനെ ഓടാം, അതെപ്പോൾ വേണമെങ്കിലും ഓടാം. ഇഷ്ടമുള്ള സമയത്ത് നിങ്ങൾക്ക് ഓടാം. കാലത്ത് 8 മണി തൊട്ട് രാത്രി 10 മണി വരെ ഉണ്ട് ഓടാം. ഇന്ന സ്ഥലത്തുനിന്ന് പിക്കപ്പ് എടുക്കണമെന്നില്ല. ഞാൻ പറഞ്ഞില്ലേ, എറണാകുളത്ത് ഇത്ര ചുറ്റളവിൽ പിക്കപ്പ് കിട്ടും നിങ്ങൾക്ക്. പിന്നെ അതുപോലെ തന്നെ എന്താ അതിൻ്റെ പ്ലസ് പോയിൻ്റ് പറയണ്ടേ, പിന്നെ നിങ്ങളോട് ആരും ചോദിക്കില്ല നിങ്ങളെന്തെന്തും ഓടിയില്ല, 2 ദിവസം ഓടിയില്ല, 3 ദിവസം ഓടിയില്ല. മറ്റേ ആപ്ലിക്കേഷനിൽ ചോദ്യം വരും, അത് അങ്ങനെ ഇൻസെൻറ്റീവ് കട്ടാവും, അതാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയും. ഇതിലതൊന്നുമില്ല. പിന്നെ ഇതിൽ ഇൻസെൻറ്റീവ് കിട്ടാറുണ്ട്. പണ്ട് എൻ്റെ ഇൻസെൻറ്റീവ് തന്നെ കട്ട് ചെയ്തു ഒരിടയ്ക്ക്. അതാണ് ഞാൻ പറഞ്ഞ 8ൻ്റെ പണി കിട്ടിയിട്ടുണ്ടെന്ന് എനിക്ക്. ഈ പോർട്ടലിൽ ഇൻസെൻറ്റീവ് ഉള്ള സമയത്ത് അപൂർവമായിട്ട് ഇൻസെൻറ്റീവ് തരുള്ളവർ ഇത്ര ഓട്ടം എടുക്കണം എന്ന് പറയും. അത്ര ഓട്ടം കഴിഞ്ഞിട്ട് നമ്മൾ ആപ്ലിക്കേഷൻ ഓഫ് ചെയ്തിടുന്നത് നല്ലത്. ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തോ ആപ്ലിക്കേഷൻ്റെ എറർ കൊണ്ട് ഒരു 3-4 ഓട്ടം അടിച്ചു, എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ഞാനിട്ട് കസ്റ്റമർ കെയറിൽ വെച്ചിട്ട് പരാതി പറഞ്ഞു, എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അവർ ഓക്കെ എന്നൊക്കെ പറഞ്ഞു. പിറ്റേ ദിവസം 10 പൈസ എനിക്ക് ഇൻസെൻറ്റീവ് കിട്ടിയില്ല. ഞാൻ ഓടി, ഇൻസെൻറ്റീവിന് വേണ്ടി ഓടി. മാക്സിമം ഇൻസെൻറ്റീവ് 300 ചില്ലാനോ 200 ചില്ലാനോ അത്രയാണ്. 10 പൈസ എനിക്ക് ഇൻസെൻറ്റീവായിട്ട് തന്നില്ല ഓട്ടോക്കാർ. എനിക്ക് ഭയങ്കര വിഷമമായി പോയി. ഞാൻ ഓടി, ആ ഇൻസെൻറ്റീവ് കിട്ടുമെന്ന് വിചാരിച്ചു. നമ്മുടെ കുഴപ്പങ്ങളില്ല, ആ ആപ്ലിക്കേഷൻ എററാണെന്ന് ഞാൻ വിളിച്ച് അവരെ ബോധ്യപ്പെടുത്തി. അതിൻ്റെ സ്ക്രീൻ റെക്കോർഡിങ് എടുത്തു, എറർ ആപ്ലിക്കേഷൻ്റെ. അതായത് എനിക്ക് എടുക്കാൻ കഴിയുന്നില്ല. എന്നിട്ട് പോലും അവർ തന്നിട്ടില്ല, പൈസ തന്നില്ല. ഓക്കെ, ഇത് വീഡിയോ നീണ്ടു പോയതുകൊണ്ട് അടുത്ത വീഡിയോയിൽ മറ്റു കാര്യങ്ങൾ പറയാം.
ഇനിയും ഒരുപാട് ഒരുപാട് അനുഭവങ്ങളുണ്ട്. അടുത്ത വീഡിയോയിലാവട്ടെ അത്. ഓക്കെ, താങ്ക് യു.